ഹായ് ഗൈസ്, നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. അത് ഈ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ഇത്തിരി വെയിറ്റ് പോയിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. നമ്മൾ വെള്ളം അത്യാവശ്യത്തിന് വെള്ളം വെക്കണം കേട്ടോ. നമ്മൾ ഊറ്റിയിട്ടാണ് എടുക്കണം. അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളം വെക്കണം. വെള്ളം വെച്ചിട്ട് നമ്മൾ ഈ സ്പൈസസ് ഒക്കെ അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കേട്ടോ. ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കഴുകി ബസ്മതി റൈസ് ആട്ടോ എടുക്കുന്നത്. എത്രയാണോ അളവിന് വെച്ചാൽ അളവിനെടുക്കുക. ഊറ്റിയിട്ട് എടുക്കുന്നത്. അതിന് എത്ര തോനെ വെള്ളം, എന്നിട്ട് നമ്മൾ ബസ്മതി റൈസ് കഴുകിയിട്ട് ഈ വെള്ളത്തിലേക്ക് ഇടണം കേട്ടോ. വെള്ളം നല്ല വേണം, ഊറ്റിയിട്ടാണ് എടുക്കുന്നത്. അതാണ് ഇത്ര തോനെ വെള്ളം. എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ എന്താ പറയുക, ഫ്രൈഡ് റൈസിനൊക്കെ നല്ല വെന്തിട്ട് നല്ലൊരു നമുക്ക് കടിക്കാൻ പാകത്തിനാണ്. അപ്പോൾ അതവിടെ വേവട്ടെ. ഇതൊക്കെയാണ് ഇതിലേക്കുള്ളത്. ഞങ്ങളിവിടെ ചെറുള്ളി എല്ലാ പച്ചക്കറി ഇടാട്ടോ. നമുക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറി ഇടാം. അതാണല്ലോ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. ഞങ്ങളിവിടെ ക്യാരറ്റ്, തക്കാളി, ഉള്ളി, ക്യാബേജ്, ക്യാപ്സിക്കം, ബീൻസ് ഒക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ അവിടെ ചോറ് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. നമ്മളവിടെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമുക്കൊരു 2 എഗ്ഗ് കൂടി വേണം. ഞങ്ങൾ 2 എഗ്ഗ് എടുത്തിരിക്കുന്നത്. അതൊന്നിങ്ങനെ ഉപ്പും കുരുമുളകും ഇട്ടിട്ടൊന്നിങ്ങനെ ചിക്കി വെക്കുക. അങ്ങനെ ഒരു നമ്മൾ ഫ്രൈഡ് റൈസിലേക്ക് എങ്ങനെ കണ്ടിട്ടില്ലേ, അതുപോലെ ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഉപ്പും കുരുമുളകും മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാത്തിലും ഉപ്പിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം ഇനി വെജിറ്റബിൾസ് വഴറ്റുമ്പോഴും അതിന് ഉപ്പിടാൻ. ഇതേ രൂപത്തിലാക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം വെച്ചിന്ന് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് ആദ്യം നല്ല വേവുള്ള സാധനങ്ങൾ ആദ്യം ഇടണം. ആദ്യം വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരണം. ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേനും നമുക്കതൊക്കെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നല്ല വേവുള്ള സാധനങ്ങൾ ആദ്യം ഒക്കെ ഫ്ലെയിം കൂട്ടിയിട്ട് വേണേ ഇട്ട് കൊടുക്കാൻ. പെട്ടെന്ന് വേന്ത് കിട്ടണം. ക്യാരറ്റ് ഇട്ടിട്ട് പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം അതും ഒപ്പം ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നല്ല കളർഫുൾ ആയിട്ടില്ലേ ഒക്കെ നിങ്ങൾ വഴറ്റി കൊടുത്ത് സെറ്റ് ആയാലും പിന്നെ നമുക്ക് ഇതിൽ നമ്മൾ തോനെ പൊടികൾ ദൂരമൊന്നുമില്ല. ഇതിലധികം നമുക്ക് കുരുമുളകിൻ്റെയും സോയ സോസിൻ്റെ ഒക്കെ ഇതാണ് മുന്നിൽ നിൽക്കുക. ഇതിൽക്കും കുറച്ച് ഉപ്പിട്ടു. എല്ലാത്തിനും കുറച്ച് ഉപ്പിട്ടാൽ മതി. നമ്മൾ എല്ലാത്തിലും ഉപ്പിടുന്നുണ്ട്. എഗ്ഗിൽ ഉപ്പിടുന്നുണ്ട്, റൈസിൽ ഉപ്പിടുന്നുണ്ട്, ഇതിൽ ഉപ്പിടുന്നുണ്ട്. ഒക്കെ ഒന്ന് വഴറ്റി റെഡിയായി, ഉപ്പൊക്കെ ഇട്ട് റെഡിയായി നമ്മൾ ആ എഗ്ഗ് അതിലേക്ക് ഇടാം. പിന്നെ സോയ സോസ് ഇടാം. സോയ സോസ് 2 സ്പൂണോളം ഇട്ടോ. ഞങ്ങൾക്ക് അതിന് ഫ്ലേവർ കുറച്ച് മുന്നിൽ നിൽക്കണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ 2 സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് കുരുമുളക് ഇടാം. കുരുമുളക് എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. എന്നിട്ട് നമ്മൾ കുരുമുളക് ഇട്ടിട്ട് ഒന്ന് ഇതാക്കി പിന്നെ നമ്മൾ അരി കുറച്ച് ഇട്ടിട്ട് ഇങ്ങനെ മസാല സെറ്റാക്കണം കേട്ടോ. കുറച്ചിട്ട് അതൊക്കെ പാടിട്ട് നമുക്ക് വെക്കില്ല. എന്നിട്ട് കുറച്ചുകൂടി കുരുമുളക് അതിൻ്റെ മേൽക്കൂടെ ഇതാക്കി കുറച്ചുകൂടി സോയാ സോസും കൂടെ മേൽക്കൂടെ ആക്കി. നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് വെറുതെ വേണമെങ്കിലും കഴിക്കാം. ഒരു ചിക്കൻ പൊരിച്ചതൊക്കെ ആണെങ്കിൽ അത് അടിപൊളിയായി കാണും. ഇതൊക്കെ ഞങ്ങൾ ഇതിൽ സൈഡ് ഡിഷായിട്ട് വെച്ചിരിക്കുന്നത് കച്ചമ്പർ സോസ് പിന്നെ ഒരു സുർക്കയുടെ വെള്ളം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.